കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല, നിങ്ങൾ ശിവാനിയുടെ കൂടെ അവളെ രക്ഷിക്കാൻ പോകുന്നു. എന്നാ വീട്ടിൽ ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യാ? നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാണ്? ഇന്നലെ ഇവിടെ ഒരു വലിയ പാമ്പ് വന്ന കാര്യം നിങ്ങൾക്കറിയോ? വെറും ഒരു പാമ്പല്ല, നോക്കി നിൽക്കേ ആ പാമ്പ് ഒരു പെണ്ണിന്റെ രൂപത്തിലായി മാറി. ഓ, ഞാൻ നാഗകന്യകയാണെന്നുള്ള കാര്യം അവനോട് പറയാൻ ശ്രമിക്കുക അവള്. എന്താ മായ, സിനിമ വല്ലതും കണ്ടോ? ഇന്നലെ ഉറക്കൊഴിച്ച് കണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ആ ചിന്ത. പാമ്പ് വന്നത്രേ, പിന്നെ അത് പെണ്ണിന്റെ രൂപത്തിലായെന്ന്. ഞാനീ പറയുന്നത് സത്യമാണ് അഭയ് സാറ്. ആണോ മായേ? പാമ്പ് പെണ്ണായിട്ട് മാറിയെന്നോ? അതെങ്ങനെ നടക്കാനാ? നീ വല്ല സ്വപ്നങ്ങാനും കണ്ടതാണോ? അല്ല, എന്താന്ന് വെച്ചാ ലോകത്തില് ഇങ്ങനെയൊക്കെ നടക്കുമെന്നാണോ? എത്ര നന്നായിട്ടാ നീ നാടകം കളിക്കുന്നത്. നീ നന്നായിട്ട് നാടകം കളിക്കുമ്പോ പിന്നെ ഞാനും നന്നായിട്ട് അഭിനയിച്ചല്ലേ പറ്റൂ. ശിവാനി സർപ്പമായതെങ്ങാനും ഇവള് കണ്ടിരിക്കോ? അതായിരിക്കും ഇവളിങ്ങനെ സംസാരിക്കുന്നേ. ഈ വീട്ടില് എന്തൊക്കെയായി നടക്കുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളായി ഉണ്ടാവുന്നത്? ആ അഭയ്, ഇവള് ഇത്രയും ഉറപ്പോടെ പറയുന്നുണ്ടെങ്കിൽ അഭയ് അത് കുറച്ച് കാര്യമായിട്ട് എടുത്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് ഇതിന്റെ പുറകിൽ ആരാണെന്നൊക്കെ ഉള്ളത് നീ കണ്ടുപിടിച്ചേ പറ്റൂ. പിന്നെ അപ്പൊ നീ ആ പാമ്പിന്റെ വേഷത്തിൽ വരുന്ന പെണ്ണിനെ ആദ്യം കണ്ടുപിടിക്കണം. ഇനി നീ കണ്ടുപിടിക്കുന്നത് വരെ പാവം നമ്മുടെ മായ ഇനി അങ്ങോട്ട് ഓരോ ദിവസം ഇങ്ങനെ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അതാ അങ്ങനെയല്ലേ മായ? അല്ല അഭയ്, എന്താന്ന് വെച്ചാലേ പാവം മായ വല്ലാതെ പേടിച്ചിരിക്കാന്ന് അവള് പറഞ്ഞില്ലേ? അവളി പാമ്പിനെ കണ്ടു നോക്കിയല്ലേ പറയുന്നത്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാലേ അതിനൊരു തീരുമാനം ഉണ്ടാവൂ. അതുകൊണ്ട് ഇപ്പൊ എന്റെ കൂടെ അമ്പലത്തിലേക്കൊന്നും വരണ്ട. ഞാൻ തനിച്ച് തന്നെ പോയിക്കോളാം. ഓക്കേ മിസ് മായ മാഡം, ഇനി മുതല് ഈ വീട് വിട്ടൊന്നും പുറത്തേക്ക് പോയേക്കരുത്. എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കൂ. പിന്നെ ഈ സിനിമ കാണുന്നതും വെറുതെ ഫോൺ നോക്കിയിരിക്കുന്നതൊക്കെ അങ്ങ് വിട്ടേക്കൂ. ഇനി സിനിമ കണ്ടേ പറ്റൂന്നാണെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമാസ് ഇരുന്ന് കാണും. അല്ലാതെ ഈ ഹൊറർ സിനിമാസ് ഒന്നും ഇരുന്ന് കാണല്ലേ. ഈ പാമ്പ് വരലും പഴുതാര വരലും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ അങ്ങോട്ട് മായച്ചു കളഞ്ഞേക്കും. ശരി, ഞാൻ പോയിട്ട് വരാം. ബൈ. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കുന്നില്ല. ഇവരെ തമ്മിൽ അകറ്റാൻ എത്ര ശ്രമിച്ചിട്ടും അതിനെനിക്ക് സാധിക്കുന്നില്ല. ഇവര് വീണ്ടും വീണ്ടും പരസ്പരം അടുത്തുകൊണ്ടിരിക്കുക. അച്ഛാ, എന്താ മോളെ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമേ. ശിവാനി ചേച്ചി സുമംഗലി വ്രതം ചെയ്യാൻ പോവാ. എന്റെ സഹായം അവർക്ക് വേണമെന്ന് പറഞ്ഞു. ആ, സൂക്ഷിക്കണം മോളെ. മൊബൈൽ എടുത്ത് കൈവച്ചോ. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി അച്ഛാ.
അവൻ ആദിശേഷനാണ്. ഈ വീട്ടിലുള്ളത് ദിഗ്വിജയൻ. ഹ, ഇത് കൊള്ളാം. അവൻ ഇവനാരാണെന്നും അറിയില്ല, ഇവൻ അവനാരാണെന്നും അറിയില്ല. ഹ്, എന്തൊരവസ്ഥയാ. എനിക്ക് ആദിശേഷനെ വേണം. എങ്ങനെയും ആദിശേഷനെ എന്റേതായി മാറ്റണം. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാ? ഒരു വഴി അറിയില്ലല്ലോ. ആദിശേഷനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ശിവാനിക്ക് ആദിശേഷന്റെ കൂടെ പോകേണ്ട കാര്യമില്ല. കാരണം അവൾക്ക് അവൻ ആദിശേഷനാണെന്ന് അറിയില്ല. അവനെ വിളിക്കാനും പറ്റില്ല. വീട്ടുകാരതിനൊട്ട് അനുവദിക്കുകയില്ല. എന്നാൽ എനിക്കതിന് കഴിയും. ഞാൻ എന്റെ ആദിശേഷന്റെ കൂടെ പോവുക തന്നെ ചെയ്യും. അവനെ ഞാൻ എന്റെ സ്വന്തമാക്കിയേ തീരൂ. ഞാൻ ഉടനെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ആദിശേഷനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. അതിനെന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് ധനഞ്ജയനാണ്. അല്ല, ദിഗ്വിജയൻ. മയൂരി, അവനെന്റെ പുറകെ തന്നെയുണ്ട് ചേച്ചി. ആര്? അന്ന് അമ്പലത്തിൽ വെച്ച് എന്നെ ബലമായിട്ട് താലി കെട്ടാൻ വന്നില്ലേ, അവനെന്റെ പുറകെ തന്നെയുണ്ട് ചേച്ചി. മയൂരി, എവിടെ എവിടെ അവൻ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മയൂരി. ഇല്ല ചേച്ചി, ഞാൻ കണ്ടതാ. അവൻ ഇവിടെ എവിടെ ഉണ്ട്. നോക്ക്, എനിക്ക് തോന്നുന്നത് നീ വല്ലാതെ പേടിച്ചിരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നാ. ഇവിടെ ഒന്നും ആരും കാണാനില്ലല്ലോ. ആരും ഇല്ലെന്നേ. അവൻ ഇനി അഥവാ വരാണെങ്കിൽ തന്നെ ഞാൻ നോക്കിക്കോളാം. വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഒന്നും പേടിക്കണ്ട. ഹായ് അങ്കിൾ. അങ്കിൾ, അത് എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. ഈ വീട്ടിലുള്ള ആരും തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം? എന്താ കാര്യം? അതാ അങ്കിൾ, ആ പോലീസുകാരനില്ലേ, അവൻ വന്നപ്പോ തുടങ്ങി നമ്മളെല്ലാം ശല്യം ചെയ്തോണ്ടിരിക്കയല്ലേ. എങ്ങോട്ട് പോകാനും പാടില്ല, ആരും വരാനും പാടില്ല. എല്ലാ കാര്യത്തിനും ചോദ്യം ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അല്ല, നമ്മൾ ശ്വാസം എടുക്കണമെങ്കിൽ പോലും അവന്റെ പെർമിഷൻ വേണം. ആ രീതിയിൽ ഇപ്പൊ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുക അങ്കിള്. ഞാനും അവനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ? ആ ഹയർ ഓഫീസർ പറഞ്ഞതുകൊണ്ട് അവൻ ഇവിടെ നിൽക്കുന്നു. അങ്കിൾ, അവന്റെ പെരുമാറ്റം ഒട്ടും ശരിയല്ല. അവനെ കണ്ടാലേ അറിയാം അവൻ ആളത്ര ശരിയല്ല എന്ന്. അല്ല അങ്കിൾ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ മുതൽ ഈ വീട്ടില് ഒരു നല്ല കാര്യം ഉണ്ടായിട്ടില്ല. എപ്പോഴും പ്രശ്നങ്ങളാ ഉണ്ടാവുന്നത്. എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ വന്നവൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അല്ല, ഇൻവെസ്റ്റിഗേഷന്റെ പേരില് ഇവിടെ നിന്ന് കുറച്ചു നാള് സുഖിച്ചിട്ട് പോകാനാ പ്ലാൻ. അല്ല, താമസിക്കണമെങ്കിൽ താമസിച്ചോട്ടെ. പക്ഷെ നമ്മളെയൊക്കെ ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടുണ്ടോ? അവൻ വന്നത് തന്നെ വേറെ ഉദ്ദേശത്തിന് വേണ്ടിയാ. മാത്രമല്ല, സത്യത്തിൽ അവനൊരു പോലീസ് ഓഫീസറും അല്ല. വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുക. അതെല്ലാം ഞാൻ എങ്ങനെ നിന്നോട് പറയാനാ? എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. ആദിശേഷനെ പുറത്തയക്കുന്നതിനൊപ്പം ശിവാനിയെ പുറത്തേക്ക് അയക്കാത്ത രീതിയിൽ നോക്കിയേ പറ്റൂ. ആദിശേഷൻ പുറത്തു വന്നാൽ അവൻ എന്റേത് മാത്രം. അതിനുവേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ അങ്കിൾ, അഭയ് എന്ന തലവേദന നമ്മുടെ ഈ വീട്ടിൽ തന്നെ തുടരണോ അതോ നമ്മൾ ഒഴിവാക്കണോ? ശരി, അങ്ങനെ ആവട്ടെ, ഒഴിവാക്കാം.
ചേച്ചി, ഞാൻ ഈ അമ്പലത്തിൽ സ്ഥിരം വരുന്ന ആളാ. പല ഭക്തരും വരാറുണ്ട്, പൂജയും ചെയ്യാറുണ്ട്. എന്നാൽ ആരും ചേച്ചിയുടെ അത്ര ഭക്തിയോടെ പൂജ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഭക്തി കാണുമ്പോ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുമെന്നാ തോന്നുന്നേ. ഇത് വളരെ കഠിനമായ വ്രതമാണ്. ഒരു ചെറിയ തെറ്റെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പാർവതി ദേവിയുടെ ശാപം കിട്ടുന്ന വ്രതമാണ്. ഞാനിവിടെ വന്നത് മുതൽ ഈ അമ്പലത്തില് ഇങ്ങനൊരു വ്രതം ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടേയില്ല. ചേച്ചി ഇത്ര ശ്രദ്ധയോടെ ഈ വ്രതം ചെയ്യുന്നത് കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ചേച്ചിയുടെ ഈ ശ്രദ്ധ, ഈ ഭക്തി, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ഈ വിശ്വാസമൊക്കെ കാണുമ്പോൾ ഞാനും ഈ പൂജയിൽ ഭാഗമായി മാറിയത് അതെന്റെ പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ടായിരിക്കാം. എന്നാലും ഈ പൂജ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നിനക്കറിയാത്തതായിട്ട് ഒരുപാട് കാര്യമുണ്ട് മയൂരി. ഈ വ്രതം ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി അനുഷ്ഠിക്കുന്നത്. ഈ ജന്മത്തിൽ മാത്രമല്ല, എല്ലാ ജന്മത്തിലും അവൻ തന്നെ എന്റെ ഭർത്താവ്. എന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് അവൻ. അവന്റെ പ്രണയം ഈ ജന്മത്തിലേക്കുള്ളത് മാത്രമല്ല, എല്ലാ ജന്മത്തിലും അതുപോലെ ഉണ്ടാവണേന്നാണ് എന്റെ പ്രാർത്ഥന. ചേട്ടൻ ഇപ്പൊ എവിടെയുണ്ട് ചേച്ചി? അറിയില്ല, എന്തോ പ്രധാനപ്പെട്ട ജോലിയുണ്ട്. കുറച്ചു ദിവസം കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ പോയതാ. ആ പോയവനെ കുറിച്ച് പിന്നെ ഒരു വിവരവുമില്ല. എവിടെയായിരുന്നാലും അവൻ സുഖമായിട്ടിരുന്നാൽ മാത്രം മതി. ഏത് അപകടത്തിൽ നിന്നും അവനെ രക്ഷിക്കാനുള്ള ശക്തി എന്റെ പ്രണയത്തിനുണ്ടാവണേന്നാ എന്റെ പ്രാർത്ഥന. നിനക്കൊരു കാര്യം അറിയോ മയൂരി? അവൻ എന്നെ ബലം പ്രയോഗിച്ചാ കല്യാണം കഴിച്ചത്. അവൻ എന്നെ എത്രമാത്രം പ്രണയിച്ചിരുന്നു എന്നറിയോ? ആ പ്രണയം എനിക്ക് അന്നൊക്കെ ഒരു ശല്യമായിരുന്നു. അവൻ എന്റെ പുറകെ തന്നെ നടന്ന് ശല്യം ചെയ്യുമ്പോ എന്നെ അത് വല്ലാതെ ദേഷ്യപ്പെടുത്തുമായിരുന്നു. പക്ഷെ ഇപ്പോ അവൻ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയപ്പോ അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നാ എനിക്ക് തോന്നുന്നത്. അവനോടൊന്ന് സംസാരിക്കാൻ തോന്നുക എനിക്ക്. എന്നും അവൻ എന്റെ ഒപ്പം തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് തോന്നുക. അവനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോ. ഞങ്ങളുടെ പ്രണയം കണ്ട്, ഞങ്ങളുടെ സന്തോഷം കണ്ട്, ഞങ്ങളുടെ സമാധാനം കണ്ട് ആ ദൈവത്തിന് പോലും അസൂയ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോ അവൻ അരികിലില്ല. പക്ഷെ എന്നാലും എനിക്കറിയാം, ഞാൻ അനുഷ്ഠിക്കുന്ന ഈ വ്രതവും എന്റെ പ്രണയവും എല്ലാം അവനെ എന്നിലേക്ക് തിരികെ എത്തിക്കുമെന്ന്. ഞാനൊരു ചോദ്യം ചോദിച്ചാ ചേച്ചിക്കൊന്നും തോന്നരുത്. ചോദിച്ചു. പ്രണയത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. പ്രണയിക്കുന്നത് തെറ്റാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചേച്ചി പ്രണയത്തെപ്പറ്റി ഇത്രയൊക്കെ വർണ്ണിക്കുമ്പോൾ പോലും പ്രണയം എന്താണെന്ന് പോലും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ശരിക്കും പ്രണയത്തിന് അത്രത്തോളം ശക്തിയുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ദൈവത്തിന് എല്ലായിടത്തും എത്താൻ പറ്റാത്തത് കൊണ്ടാ എല്ലാവരുടെ ഹൃദയത്തിലും സ്നേഹം നിറച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞ അത് ദൈവാംശമാണ്. അങ്ങനെയുള്ള ദൈവാംശം തെറ്റാണെന്ന് എങ്ങനെ നമ്മൾ പറയുന്നത് മയൂരി? എന്നിലും ആ പ്രണയമുണ്ട്. പക്ഷെ അതിന് കാരണം തൃശ്ശൂലാണ്, എന്റെ ഭർത്താവ്. ഞാൻ അനുഷ്ഠിക്കുന്ന വ്രതവും ഞാൻ നടത്തുന്ന പൂജയും ഞാൻ കാണുന്ന സ്വപ്നവും എനിക്കുള്ള നന്മയും എല്ലാം തന്നെ എന്റെ തൃശ്ശൂലിന് വേണ്ടി മാത്രമുള്ളതാണ്.
ഇപ്പൊ ഞാനിവിടെ പൂജ നടത്തുന്നുണ്ടല്ലോ, വ്രതം അനുഷ്ഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഒന്നും ഫലം എനിക്ക് വേണ്ട മയൂരി. അതെല്ലാം എന്റെ തൃശ്ശൂലിനെ കിട്ടുകയാണെങ്കിൽ അത് മാത്രം മതി എനിക്ക്. അത് മാത്രമാണ് എന്റെ ആഗ്രഹവും. ആരൊക്കെ തടസ്സം നിന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഇന്ന് അവളെ താലി കെട്ടിയിരിക്കും. ഞാൻ അവളെ താലി കെട്ടിയാലേ എന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവുള്ളൂ. ഇന്ന് ഞാൻ താലി കെട്ടിയിരിക്കും. നിനക്ക് എത്ര അടി കിട്ടിയിട്ടും പിന്നെ അമ്പലത്തിന് മുമ്പിൽ വന്ന് താലിയും പിടിച്ചോണ്ട് നിൽക്കുകയാണോ നീ? എന്താടാ നിനക്ക്? ഇവിടെ അമ്പലത്തിൽ വരുന്നവരെല്ലാം കൈയും തൊഴുത് സമാധാനത്തിലെ ഈശ്വര ഭഗവാനെ എന്നെ കാത്തു രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. നീയാണെങ്കിലോ ഇവിടെ വെളിയിൽ വന്ന് കയ്യിൽ താലിയും പിടിച്ചോണ്ട് വെറുതെ നിൽക്കുക. മാനവും മര്യാദ ഇല്ലടാ നിനക്ക്. പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ. എന്റെ ഉദ്ദേശം അതല്ല. ഞാൻ അതിനല്ല വന്നത്. നീ ഉദ്ദേശിച്ച ആളല്ല. അങ്ങനെ പറഞ്ഞാല് ഇങ്ങനെയും ജീവിക്കാവോ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നോക്ക, എന്റെ അനിയന്റെ പ്രായമേ ഇപ്പം നിനക്കുള്ളൂ. നീ വേഗം ഹോസ്പിറ്റലിൽ പോയിട്ടെ നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തു. കയ്യിൽ താലിയും പിടിച്ചോണ്ട് അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങിയാൽ ആൾക്കാർ തല്ലി ഓടിക്കും. നോക്ക, ഇനി നിനക്ക് ഇവിടെ നിന്ന് അടി കിട്ടണ്ടെന്നുണ്ടെങ്കിൽ വേഗം വിട്ടോ. ചതുർഭുജ ഏകദന്ത വിനായക, എല്ലാവരും രക്ഷിക്കൂ, എല്ലാവരും രക്ഷിക്കൂ ഭഗവാനെ, എല്ലാവരും രക്ഷിക്കൂ. ഇത് വിനായകന്റെ അമ്പലം അല്ല മോനെ, പാർവതിയുടെ അമ്പലമാണ്. അതേലോ, ഇത് പാർവതി ദേവിയുടെ അമ്പല. തിരുമേനി, ഈ പാർവതി ദേവി ആരാ? വിനായകന്റെ അമ്മ. ഈ വിനായകനോട് പോയി പ്രാർത്ഥിച്ചാൽ അദ്ദേഹം തന്റെ അമ്മയോട് ചെന്ന് പറയും, അമ്മേ എന്റെ പ്രിയപ്പെട്ട ഭക്തന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലേ തിരുമേനി? അപ്പൊ എന്റെ കാര്യം ഈസി ആയില്ലേ? നീ പറയുന്നത് ശരിയാ, എല്ലാം ദൈവത്തിന്റെ വിളയാട്ടം. എന്റെ ദൈവമേ, എല്ലാവരും കാത്തോളണേ, എല്ലാവരും രക്ഷിക്കണേ. ആർക്കും ഒരു അപകടങ്ങളൊന്നും വരുത്താതെ നീ തന്നെ കാത്തോളണേ എന്റെ ഭഗവാനെ, ദേവരെ കാത്തോളണേ. ദൈവമേ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, അവരെയൊക്കെ രക്ഷിച്ചോളണേ. ദുഷ്ടന്മാർക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എന്നാൽ നല്ലവർക്ക് നന്മയുണ്ടാവട്ടെ. അവർക്ക് നല്ലത് മാത്രം വരുത്തണേ എന്റെ ദൈവമേ, എന്റെ ഭഗവാനെ. ദൈവമേ, ഇവരെ മാത്രം. എന്താ? എന്തിനാ എന്റെ പുറകെ വന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ശല്യോ? ഞാനെന്ത് ശല്യം ചെയ്തു? അല്ല, ഈ അമ്പലത്തിൽ വരുന്ന എന്തിനാ? നമ്മൾ നന്നാവട്ടെ, നമുക്ക് വേണ്ടപ്പെട്ടവര് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്തിനാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വെറുതെ തെറ്റിദ്ധരിക്കുന്നത്? ഞാൻ അമ്പലത്തിലേക്ക് വരുന്നെന്ന് വെച്ച് നിങ്ങളും വരണമെന്നുണ്ടോ? എന്ത് തമാശയായി പറയുന്നേ? ഞാൻ അമ്പലത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടെ വന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നോക്ക് ശിവാനി, ഞാൻ ശിവാനിയുടെ പുറകെ അല്ല വന്നത്, എന്റെ ദേവതയുടെ പുറകെ വന്നു, അത്രേ ഉള്ളൂ. ദേവതയോ? എന്താ താൻ ഉദ്ദേശിച്ചേ? നോക്കി, പ്രണയം സൃഷ്ടിച്ചത് ഈ ദേവതയാണ്. അതുകൊണ്ട് ഈ പ്രണയം സൃഷ്ടിച്ച ആളെ കാണാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അതിലെന്താ തെറ്റ്? അതിനെന്തിനാ നിങ്ങൾ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ എന്തിനാ അമ്പലത്തിലേക്ക് വന്നേന്ന് അറിയണം. ഞാനാരാ? അഭയ്. എന്റെ ജോലി എന്താ? പ്രൊട്ടക്ട് ചെയ്യുക.
പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുമ്പോ നമ്മുടെ വീട്ടുകാരെ, വേണ്ടപ്പെട്ടവരെ പോലെ, വീട്ടുകാരെ പോലെ എന്നാ പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ അമ്പലത്തിലേക്ക് വന്നില്ലേ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നതാണ് എന്റെ ഡ്യൂട്ടി. അതിനു വേണ്ടിയാ വന്നേ. നിങ്ങൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ ഒരു ഭംഗിയില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. അതെ, ദേഷ്യപ്പെട്ട ദൈവത്തിന് ഇഷ്ടാവില്ല കേട്ടോ. ദൈവമേ, ദേഷ്യപ്പെടുന്ന ശിവാനിക്ക് നന്മയുണ്ടാവണേ.